ഹായ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അയൺ കാർബൺ ഫേസ് ഡയഗ്രത്തിനെ കുറിച്ചാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി പാർട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ അയൺ കാർബൺ ഫേസ് ഡയഗ്രത്തിനെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ തന്നു. ഈ ഒരു ഫേസ് ഡയഗ്രത്തിനകത്ത് എക്സ് ആക്സിൽ കോമ്പോസിഷൻ ആണെന്ന് പറഞ്ഞു. ഈ ഒരു റീജിയനകത്ത് 100% ഫെറസ് അല്ലെങ്കിൽ അയൺ ആണ്. ഈ ഒരു റീജിയനിനകത്ത് 6.70% കാർബൺ ആണെന്ന് പറഞ്ഞു. ഈ ഒരു ഒഡ്ജിൽ സിമൻറ്റേറ്റ് ആണ്, അതായത് Fe3C. വൈ ആക്സിൽ ടെമ്പറേച്ചർ ആണുള്ളത്. ടെമ്പറേച്ചറിനെ ഡിനോട്ട് ചെയ്യിക്കുന്നത് ഡിഗ്രി സെൽഷ്യസിലാണെന്ന് പറഞ്ഞു. ഇതുകൂടാതെ ഈ ഒരു ഫേസ് ഡയഗ്രത്തിനകത്ത് ഏതൊക്കെ ഇൻവേരിയൻ്റ് റിയാക്ഷനാണ് ഉള്ളതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. അതായത് ഒന്നാമത്തത് യൂടെക്റ്റിക് റിയാക്ഷൻ, അടുത്തത് യൂടെക്റ്റോയിഡ് റിയാക്ഷൻ, മൂന്നാമത്തത് പെരിടെക്റ്റിക് റിയാക്ഷൻ. ഒരു യൂടെക്റ്റിക് റിയാക്ഷൻ എന്നാൽ ലിക്വിഡ് ഐറൺ ഗാമ പ്ലസ് സിമൻറ്റേറ്റ് ആയിട്ട് മാറുന്ന റിയാക്ഷനാണ് ഈ ഒരു കേസിൽ യൂടെക്റ്റിക് റിയാക്ഷൻ. യൂടെക്റ്റോയിഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഗാമ അസ്റ്റനേറ്റ് ആൽഫ പ്ലസ് സിമൻറ്റേറ്റ് ആയിട്ട് മാറുന്നതാണ്. മൂന്നാമത്തത് പെരിടെക്റ്റിക് റിയാക്ഷൻ, ലിക്വിഡ് പ്ലസ് ഡെൽറ്റ ഐറൺ ഗാമ അസ്റ്റനേറ്റ് ആയിട്ട് മാറുന്നതാണ് പെരിടെക്റ്റിക് റിയാക്ഷൻ എന്നുള്ളതും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. സോ ഇതിൻ്റെ വേരിയസ് ആയിട്ടുള്ള കോമ്പോസിഷനും അതുകൊണ്ട് ടെമ്പറേച്ചർ കണ്ടീഷനും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ യൂടെക്റ്റോയിഡ് റിയാക്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് യൂടെക്റ്റോയിഡ് റിയാക്ഷൻ എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അതായത് ഒരു സോളിഡ് രണ്ട് ഡിഫറെൻറ്റ് സോളിഡ്സ് ആയിട്ട് മാറുന്ന ഇൻവേരിയൻ്റ് റിയാക്ഷനാണ് യൂടെക്റ്റോയിഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ ഗാമ ആസ്റ്റനേറ്റ് ആൽഫ ഫെറൈറ്റ് പ്ലസ് സിമൻറ്റേറ്റ് ആയിട്ട് മാറുന്ന റിയാക്ഷനാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ യൂടെക്റ്റോയിഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇത് ഒക്യൂർ ചെയ്യുന്നത് 0.77 കാർബണിലും അതുപോലെ തന്നെ 727 ഡിഗ്രി സെൽഷ്യസിലുമാണ്. സോ ഈ ഒരു റീജിയൻ എൻലാർജ് ചെയ്തിട്ടാണ് ഈ ഒരു ഡയഗ്രത്തിനകത്ത് കാണിച്ചിരിക്കുന്നത്. സോ 0.76 വെയ്റ്റ് പെർസെൻറ്റേജിലും അതുപോലെ തന്നെ 727 ഡിഗ്രി സെൽഷ്യസിലുമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു റിയാക്ഷൻ ഒക്യൂർ ചെയ്യുന്നത്. സോ ഈ ഒരു റിയാക്ഷൻ്റെ മൈക്രോസ്കോപ്പിക് ഇമേജ് അടുത്ത സ്ലൈഡിലുണ്ട്, നമുക്കത് നോക്കാം. സോ ഈ തന്നിരിക്കുന്നതാണ് സിംഗിൾ ഫേസ് ഗാമ ആസ്റ്റനേറ്റ്. സോ ഇത് സിംഗിൾ ഫേസ് ആണ്. സോ ഈ ഒരു സിംഗിൾ ഫേസ് ഗാമ ആസ്റ്റനേറ്റ് കൂള് ചെയ്ത് നമ്മൾ ഈ പറയുന്ന 0.76 വെയ്റ്റ് പെർസെൻറ്റേജിലും അതുപോലെ തന്നെ 727 ഡിഗ്രി സെൽഷ്യസിലും എത്തുമ്പോൾ ഇത് പെർലൈറ്റ് ആയിട്ട് മാറുന്നു. പെർലൈറ്റ് എന്ന് പറയുന്നത് ആൽഫ ഫെറൈറ്റ് പ്ലസ് സിമൻറ്റേറ്റിനെ കൂടെ ചേർത്ത് പറയുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. സോ ഇത് പെർലൈറ്റിൻ്റെ ലാമെല്ല സ്ട്രക്ചറാണ്. എന്താണ് ലാമെല്ല സ്ട്രക്ചർ എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. അതായത് സൈമൾട്ടേനിയസ് ആയിട്ട് ആൽഫ ഫെറൈറ്റും ഓസ്റ്റനേറ്റും ഫോം ആവുന്നതിനാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ഒരു ലാമെല്ല സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡയഗ്രാമിനകത്ത് വൈറ്റ് കളറിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഫെറൈറ്റ് ആണ്, അതുപോലെ തന്നെ ബ്ലാക്ക് കളറിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് സിമൻറ്റേറ്റ് ആണ്. സോ സിംഗിൾ ഫേസ് ആയിട്ടുള്ള ഗാമ ആസ്റ്റനേറ്റ് കൂളി ചെയ്ത് വരുമ്പോഴത്തേക്കും പെർലൈറ്റ് ആയിട്ട് മാറുന്നു. ലാമെല്ലാർ പെർലൈറ്റ് ആണ്, അതായത് സൈമൾട്ടേനിയസ് ആയിട്ട് ഫെറൈറ്റ് ഫെറൈറ്റ് സിമൻറ്റേറ്റ് ഫെറൈറ്റ് സിമൻറ്റേറ്റ്. സോ ഇങ്ങനെ ഉണ്ടാകുന്ന സ്ട്രക്ചറിനാണ് ലാമെല്ലാർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന യൂടെക്റ്റോയിഡ് റിയാക്ഷൻ ഒക്യൂർ ചെയ്യുന്നത് 0.76 വെയ്റ്റ് പെർസെൻറ്റേജ് കാർബണിലും അതുപോലെ തന്നെ 727 ഡിഗ്രി സെൽഷ്യസിലുമാണ് എന്ന് പറഞ്ഞു. എപ്പോഴും ഈ പറയുന്ന 0.76% കാർബണിൽ തന്നെ ഒക്യൂർ ചെയ്യണമെന്നില്ല. ചില കേസസിൽ ഈ പറയുന്ന കാർബൺ പെർസെൻറ്റേജ് കുറവായിരിക്കാം, ഈ 0.76 കുറവായിരിക്കാം. ചില കേസിൽ ഈ കാർബണിൻ്റെ പെർസെൻറ്റേജ് 0.76 കൂടുതലായിരിക്കാം. സോ ഈ പറയുന്ന രണ്ട് കേസിലും എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 0.76 താഴെയാണെങ്കിൽ അതിനാണ് ഹൈപ്പോ യൂടെക്റ്റോയിഡ് എന്ന് പറയുന്നത്. 0.76 മുകളിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹൈപ്പർ
യൂട്ടക്റ്റോയിഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഓരോന്നും, അതായത് എന്താണ് ഹൈപ്പോ യൂട്ടക്റ്റോയിഡ്, അതിൻ്റെ കാര്യങ്ങൾ, എന്താണ് ഹൈപ്പർ യൂട്ടക്റ്റോയിഡ്, അതിൻ്റെ കാര്യങ്ങൾ എന്നിവയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്കിന്ന് നോക്കാം. ആദ്യം നമുക്ക് എന്താണ് ഹൈപ്പോ യൂട്ടക്റ്റോയിഡ് എന്ന് നോക്കാം. സാധാരണഗതിയിൽ നമ്മൾ ഈ പറയുന്ന ഗാമ ആസ്റ്റനേറ്റ് 0.77 വെയ്റ്റ് പെർസെൻറ്റേജ് കാർബണിലും 727 ഡിഗ്രി സെൽഷ്യസും അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പെർലൈറ്റ് ആയിട്ട് കൺവേർട്ട് ആവും എന്ന് പറഞ്ഞായിരുന്നു. അതായത് ഗാമ ആസ്റ്റനേറ്റ് ആൽഫ പ്ലസ് സിമെൻറ്റേറ്റ് ആയിട്ട് മാറും. സപ്പോസ് നമ്മളിപ്പോൾ ഈ പറയുന്ന കാർബണിൻ്റെ പെർസെൻറ്റേജ് 0.77%-നേക്കാളും കുറവാണെങ്കിൽ ഈ ഒരു പോയിൻ്റാണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് 0.77% കുറവാണ് കാർബണിൻ്റെ പെർസെൻറ്റേജ്. സോ ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വെയ്റ്റ് പെർസെൻറ്റേജിൽ ഗാമ ആസ്റ്റനേറ്റ് ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ആൽഫ പ്ലസ് ഓസ്റ്റനേറ്റ് ആയിട്ട് കൺവേർട്ട് ആവുന്നു. സോ ഈ ആൽഫയാണ് എന്തെന്ന് പറയുന്നത് പ്രീ യൂട്ടക്റ്റോയിഡ് ഫെറൈറ്റ് എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം, 0.77 വെയ്റ്റ് പെർസെൻറ്റേജിനേക്കാളും കുറവാണ് നമ്മുടെ ഈ കാർബണിൻ്റെ പെർസെൻറ്റേജ് എങ്കിൽ ഫസ്റ്റ് ഗാമ ആസ്റ്റനേറ്റ് ആൽഫ പ്ലസ് ഗാമ ആസ്റ്റനേറ്റ് ആയിട്ട് കൺവേർട്ട് ആവുന്നു. ഈ ഉണ്ടാവുന്ന ആൽഫയാണ് പ്രീ യൂട്ടക്റ്റോയിഡ് ഫെറൈറ്റ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് റിമൈനിങ് ആയിട്ട് വരുന്ന ഗാമ നമ്മൾ ഈ പറയുന്ന 727 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറഞ്ഞ ടെമ്പറേച്ചർ കൂളാകുമ്പോൾ ഈ ആൽഫ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, പെർലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതായത് ആൽഫ പ്ലസ് സിമെൻറ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇപ്പം ഈ ഒരു ഡയഗ്രത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഈ ഒരു മൈക്രോ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇവിടെ ഫസ്റ്റ് ടെമ്പറേച്ചറിൽ, ആദ്യത്തെ ടെമ്പറേച്ചറിൽ ഇവിടെ ഗാമ ആസ്റ്റനേറ്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ ടെമ്പറേച്ചർ കൂൾ ചെയ്ത് താഴേക്ക് കൊണ്ടുവരുമ്പോൾ ഈ പറയുന്ന ഗാമ ആസ്റ്റനേറ്റ് കുറച്ച് പാർട്ട് എന്തായിട്ട് മാറുന്നു, ആൽഫ ആയിട്ട് മാറുന്നു. ഈ ഒരു ആൽഫയാണ് എന്തെന്ന് പറയുന്നത്, വൈറ്റ് കളർ കാണിച്ചിരിക്കുന്നതാണ് ആൽഫ. സോ ഈ ആൽഫയാണ് എന്തെന്ന് പറയുന്നത് പ്രീ യൂട്ടക്റ്റോയിഡ് ഫെറൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കൂൾ ചെയ്ത് താഴേക്ക് കൊണ്ടുവരുമ്പോൾ ഏകദേശം 727 ഡിഗ്രി സെൽഷ്യസിനേക്കാളും താഴെ എത്തുമ്പോഴത്തേക്കും എന്ത് പറ്റുന്നു, ഈ റിമൈനിങ് ആയിട്ട് വരുന്ന ഗാമ ആസ്റ്റനേറ്റ് എന്ത് ചെയ്യുന്നു, കൺവേർട്ടായിട്ട് പെർലൈറ്റ് ആയിട്ട് മാറുന്നു. ഇവിടെ വൈറ്റ് ഡാർക്ക് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് പെർലൈറ്റ്. അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ആൽഫ ഫെറൈറ്റ് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഒന്നും കൂടെ പറയാം, ഫസ്റ്റ് ഗാമ ആസ്റ്റനേറ്റ് മാത്രമേ ഉള്ളൂ. ഇതിനെ കൂൾ ചെയ്ത് താഴേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ഗാമ ആസ്റ്റനേറ്റിൽ കുറച്ച് പോർഷൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ആൽഫ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ വൈറ്റ് കളറിലുള്ളതാണ് ആൽഫ എന്ന് പറയുന്നത്. ഈ ഒരു ആൽഫയാണ് പ്രീ യൂട്ടക്റ്റോയിഡ് ഫെറൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന കണ്ടീഷനിൽ നിന്നും വീണ്ടും കൂൾ ചെയ്ത് 727 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറവിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ഇതിൽ റിമൈനിങ് ആയിട്ടിരിക്കുന്ന ഗാമ ആസ്റ്റനേറ്റ്, ഈ പറയുന്ന ഗ്രേ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഗാമ ആസ്റ്റനേറ്റ് എന്ന് പറയുന്നത്. ഈ ഗാമ ആസ്റ്റനേറ്റ് എന്തായിട്ട് മാറുന്നു, പെർലൈറ്റ് ആയിട്ട് മാറുന്നു. അതായത് ആൽഫ പ്ലസ് സിമെൻറ്റേറ്റ് ആയിട്ട് മാറുന്നു. അതാണ് ഇവിടെ വൈറ്റ് ഡാർക്ക് കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ഹൈപ്പർ യൂട്ടക്റ്റോയിൻ്റെ കേസിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇതേ കാര്യം തന്നെയാണ് നടക്കുന്നത്. ഇതിനകത്തുണ്ടാകുന്ന കോമ്പോസിഷനിൽ ചേഞ്ച് വരുമെന്ന് മാത്രമേ ഉള്ളൂ. സപ്പോസ് 0.77% വെയിറ്റ് കാർബൺ പെർസെൻറ്റേജിനേക്കാളും കൂടുതലാവുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിലാണെന്ന് കൺസിഡർ ചെയ്യുക. സോ ഫസ്റ്റ് കൂൾ ചെയ്ത് താഴേക്ക് വരുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു, ഗാമ ആസ്റ്റനേറ്റ് ഫസ്റ്റ് ഗാമ പ്ലസ് സിമെൻറ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഗാമ പ്ലസ് സിമെൻറ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതിനെയാണ് എന്ത് ചെയ്യുന്നത്, പ്രീ യൂട്ടക്റ്റോയിഡ് സിമെൻറ്റേറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് റിമൈനിങ് ആയിട്ട് വരുന്ന ഗാമ ആസ്റ്റനേറ്റ് 727 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോഴത്തേക്കും അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, പെർലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഒന്നും കൂടെ പറയാം, ഫസ്റ്റ് ഇനീഷ്യലായിട്ട് ഗാമ ആസ്റ്റനേറ്റ് മാത്രമേ ഉള്ളൂ. ടെമ്പറേച്ചർ നമ്മൾ കൂളാക്കി കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ ഗാമ ആസ്റ്റനേറ്റ് ഗാമ പ്ലസ് സിമെൻറ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ സിമെൻറ്റേറ്റിനെയാണ് പ്രീ യൂട്ടക്റ്റോയിഡ് സിമെൻറ്റേറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് റിമൈനിങ് ആയിട്ടിരിക്കുന്ന ഗാമ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ആൽഫ പ്ലസ് സിമെൻറ്റേറ്റ്, അതായത് പെർലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നമുക്ക് ഇതിൻ്റെ മൈക്രോ സ്ട്രക്ചർ നോക്കാം. ഫസ്റ്റ് ഇനീഷ്യലായിട്ട് ഗാമ ആസ്റ്റനേറ്റ് മാത്രമേ ഉള്ളൂ. കൂൾ ചെയ്ത് താഴേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, സിമെൻറ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. കാരണം നേരത്തെ പറഞ്ഞായിരുന്നു ഡാർക്ക് കളറിലുള്ളതാണ് സിമെൻറ്റേറ്റ് എന്ന് പറയുന്നത്. സോ ഒരു പോർഷൻ എന്ന് പറയുന്നത് സിമെൻറ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. റിമൈനിങ് ആയിട്ടുള്ളത് ഗാമ ആസ്റ്റനേറ്റ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു.
വീണ്ടും നമ്മൾ ടെമ്പറേച്ചർ കൂൾ ചെയ്ത് 727 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറവിൽ കൊണ്ടുവരുമ്പം ഇതിനകത്തുള്ള ഗാമ ആർസനൈറ്റ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? പെർലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ഇത്രയും നേരം പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഒന്നും കൂടെ പറയാം. ഫസ്റ്റ്, ഒരു യുഡക്റ്റോയിൻ്റെ കേസിൽ ഈ പറയുന്ന ഗാമ ആർസനൈറ്റ് പെർലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇത് ഒക്കിയർ ചെയ്യുന്ന കോമ്പോസിഷൻ 727 ഡിഗ്രി സെൽഷ്യസും അതുപോലെ തന്നെ 0.76 വെയ്റ്റ് പെർസെൻറ്റേജ് കാർബണുമാണ്. സോ ഗാമ ആർസനൈറ്റ് ആ പറയുന്ന പർട്ടിക്കുലർ കോമ്പോസിഷനിലും ടെമ്പറേച്ചറിലും എന്തായിട്ട് മാറുന്നു? പെർലൈറ്റ് ആയിട്ട് മാറുന്നു. പെർലൈറ്റ് എന്നാൽ ആൽഫ പ്ലസ് സിമെൻറ്റേറ്റ് ആണ്. സപ്പോസ് ഈ പറയുന്ന കാർബണിൻ്റെ പെർസെൻറ്റേജ് 0.76 കുറവാണെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ഗാമ ആർസനൈറ്റ് ആണ്. ഗാമ ആർസനൈറ്റിൽ നിന്ന് കൂൾ ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും എന്തൊക്കെയായിട്ട് മാറുന്നു? ആൽഫ, അതായത് പ്രീ യുഡക്റ്റോയുടെ ആൽഫയും പ്ലസ് ഗാമ ആർസനൈറ്റും കാണും. ഇനി പിന്നെയും നമ്മൾ കൂൾ ചെയ്ത് 727 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറവിൽ കൊണ്ടുവരുമ്പം ഈ റിമൈനിങ് ആയിരിക്കുന്ന ഗാമ ആർസനൈറ്റ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? പെർലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോഴും അവിടെ പ്രീ യുഡക്റ്റോയുടെ ആൽഫ അവിടെ തന്നെ കാണും. ഇനി സപ്പോസ് ഈ പറയുന്ന കാർബണിൻ്റെ കോമ്പോസിഷൻ 0.77 കൂടുതലാവുകയാണെങ്കിൽ ഇനീഷ്യലായിട്ടുള്ള ഗാമ ആർസനൈറ്റിൽ ഫസ്റ്റ് സിമെൻറ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ഈ ഒരു ഡാർക്ക് കളറിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് റിമൈനിങ് ആയിട്ട് വരുന്ന ഗാമ ആർസനൈറ്റ് പെർലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോഴും ആ പറയുന്ന സിമെൻറ്റേറ്റ്, അതായത് പ്രീ യുഡക്റ്റോയുടെ സിമെൻറ്റേറ്റ് ആ ഒരു സ്ട്രക്ചറിൽ അവിടെ തന്നെ കാണും. സോ ഇത്രയും നേരം പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ബുക്ക് വായിച്ച് നോക്കുക. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.